എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അങ്ങനെ ഒരു ലൈവ് ഡെമോ ട്രേഡ് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഇത് നമ്മുടെ സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ട്രേഡ് എടുക്കുന്നത്. അതായത് ഡെമോ ട്രേഡ് ആണ് നിഫ്റ്റി 50-ല്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ ടാർഗറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ടാർഗറ്റിലോട്ട് മാർക്കറ്റ് വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ്, അതായത് നിങ്ങൾക്ക് 15 മിനിറ്റ് ഞാൻ ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, 15 മിനിറ്റിൽ നോക്കുവാണെങ്കിൽ മാർക്കറ്റ് എന്താണ്, മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പായി ഓപ്പൺ ആയിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു ഡൗൺഫോൾ ആണ് വന്നത്. മാർക്കറ്റിൽ ഓൾറെഡി ഫസ്റ്റ് ഹാഫിൽ ഒരു മൂവ്മെന്റ്, അതായത് മൂവ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പ്രീമിയത്തിലൊന്നും വലിയ മൂവ് ഉണ്ടായിട്ടില്ല ഈ ഒരു മൂവ് വന്നപ്പോ. ഓക്കെ, അപ്പൊ നമ്മളെ ട്രേഡ് ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. നമ്മളിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഇതൊരു നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു സ്ട്രോങ് ഇവിടുന്ന് ഒരു ബൈയിങ് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം ലിക്വിഡിറ്റി ഉണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ. അപ്പൊ മാർക്കറ്റ് ഇതെടുക്കാൻ വേണ്ടി മാർക്കറ്റിന് എന്തായാലും താഴോട്ട് വന്നേ പറ്റൂ. പ്ലസ് നോക്കുവാണെങ്കിൽ നമ്മുടെ PCR റേഷ്യോ എന്ന് പറയുന്നത്, PCR റേഷ്യോ എന്ന് പറയുന്നത് 0.72 ആണ്. 0.72 എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ബിയറിഷ് സ്ട്രക്ചർ ആണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇവിടുന്ന് ഒരു ബുള്ളിഷ് ട്രേഡ് എന്തായാലും എടുക്കുന്നില്ല, നമ്മൾ ബിയറിഷ് ട്രേഡ് ആണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ പെർഫെക്റ്റ് ആയിട്ട് ടാർഗറ്റും എവിടെയാണ് SL വെക്കുന്നത്, എവിടെയാണ് ടാർഗറ്റ് വെക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ടാർഗറ്റ് അച്ചീവ് ആകുന്നതും കൂടി ഈ ഒരു വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ഡെമോ ട്രേഡ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വെയിറ്റ് ചെയ്യാൻ നമുക്ക്. ഇപ്പൊ സമയം ഇപ്പോ 10:07 ആയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ തീരാൻ ഇനി നമുക്കൊരു 1.5 മിനിറ്റും കൂടെ, 2 മിനിറ്റും കൂടെ ബാക്കിയുണ്ട്. ഈ ഒരു നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും നമ്മുടെ എൻട്രി നമ്മൾ എടുക്കുക. വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രീമിയത്തിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് ഹാഫിൽ ഓൾമോസ്റ്റ് നമുക്ക് എത്ര പോയിന്റ് ആണ് ഇത്, ഇവിടുന്ന് ഒരു 40, 20, ഓക്കെ, ഒരു 20, 30, 40 പോയിന്റ് മൂവ് വന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അത് നിങ്ങൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, ക്യാച്ച് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, എന്തായാലും വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി ഒക്കെ എടുക്കുന്ന ഈ ഒരു ട്രേഡ്, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ SL ബൈങ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു SL ഒക്കെ എടുക്കുന്ന ഇതും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ലെവലും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫോളോ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ അത്രയൊന്നും പിടിക്കുന്നില്ല, നമ്മളൊരു 80 പോയിന്റ് ആണ്, അതായത് 80 പോയിന്റ് ആണ് നമ്മൾ ക്യാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, ഒരു 1 മിനിറ്റും കൂടി ഉണ്ട്. 1 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഒരു എൻട്രി എടുക്കുന്നത് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് അത് കാണാൻ പറ്റും. എങ്ങനെയാണ് ഒരു കറക്റ്റ് ട്രേഡ് എവിടെയാണ് എടുക്കുന്നതെന്നും SL എവിടെയാണ് സെറ്റ് ചെയ്യുന്നതും കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഫോർ അവറിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഈ ഒരു ലെവല് ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നെക്സ്റ്റ് ഈ ഒരു EMAയിലായിരിക്കും വരിക. കാരണം അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ് ഈ കാണുന്നത്. ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ്. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇവിടുന്നൊക്കെ നല്ല ബൈങ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടുന്ന് പോയി പുട്ട് ഓപ്ഷൻ എടുക്കരുത്. ഞാൻ ഈ ഒരു 4 അവറിലാണ് ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ ടൈം കഴിഞ്ഞിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മളിവിടെ ഇത് പ്രൈസിന്റെ ചാർട്ട് ആട്ടോ, നമുക്ക് സൈഡിലേക്ക് വെക്കാം. ഇപ്പൊ നമുക്ക് പ്രൈസിന്റെ ചാർട്ട് ആവശ്യമില്ല. ഓക്കെ, നമ്മളിവിടെ ട്രേഡ് എടുക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാം ലൈവ് ആയിട്ട് ഞാൻ ട്രേഡ് എടുക്കുന്നത് എവിടെയാണ്. അതായത് 15 മിനിറ്റിൽ ഞാൻ നിങ്ങൾക്ക് ട്രേഡ് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ട്രേഡ് എടുക്കുന്ന ലെവൽസ് ഒക്കെ കറക്റ്റ് ആയിട്ടാണ് ഞാൻ കാണിച്ചത്. 1 മിനിറ്റ്. ഓക്കെ, മാർക്കറ്റ് നമുക്ക് ഇവിടെ ഒരു പുൾ ബാക്ക് വരണം. നമ്മൾ ഈ ഒരു ലെവൽ നിങ്ങൾക്ക് ലൈൻ ഇട്ട് കാണിച്ചു തരാം. ഈ ഒരു ലെവലിലായിരിക്കും നമ്മൾ ട്രേഡ് പ്ലേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഈ ഒരു ഇവിടെയാണ് നമ്മൾ ട്രേഡ്, ഇപ്പം റെഡ് ലൈൻ വന്നിട്ടുണ്ടോ, അവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അവിടെ എത്തുമ്പോൾ നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, അതായത് മാർക്കറ്റ് ഇപ്പൊ ബിയറിഷ് ആയി താഴോട്ട് പോയാലും ആ ഒരു ലെവലിൽ മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ട്രേഡ് അവിടെ എടുക്കുന്നത് പുട്ട് ഓപ്ഷൻ ആയിരിക്കും ബൈ ചെയ്യുന്നത്. ഓക്കെ, കാണിച്ചു തരാം. എന്നിട്ട് മാർക്കറ്റ് എത്രത്തോളമാണ് ഫോളോ ആവുന്നത്. ഇപ്പൊ നമുക്കൊരു പുൾ ബാക്ക് വരാണ്ടാണ് ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ പോകുന്നതെങ്കിൽ നമ്മൾ അവിടെ ട്രേഡ് എടുക്കുന്നില്ല. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ചെയ്ത് നോക്കാം നമുക്ക് അവിടെ മാർക്കറ്റ് വരുമോ എന്ന്. അങ്ങനെ നമ്മൾ ട്രേഡ് ഇവിടെ ഇപ്പൊ ആക്റ്റീവ് ആവും. അതായത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവലിലാണ് നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാൻ വേണ്ടി പോവാം. ഓക്കെ, നമ്മൾ എക്സാക്ട് ഈ ഒരു ക്യാൻഡിൽ തന്നെ ഒരു 6 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ഒരു ലെവലിൽ മാർക്കറ്റ്, അതായത് നമ്മുടെ ഈ ഒരു EMAക്ക് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ,
ഈ ഒരു EMAക്ക് ടച്ച് ചെയ്ത് നമ്മൾ അവിടെ ട്രേഡ് പുട്ട് ഓപ്ഷനിലോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും. ഓക്കെ, വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഇപ്പൊ തന്നെ ഒരുപാട് ആൾക്കാർ അതായത് പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പം ഈ ഒരു മൂവ്മെന്റ്, ഈ ഇത്രയൊരു മൂവ് മേലോട്ട് വന്നപ്പോൾ അവരൊക്കെ SL പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ പ്രോപ്പർ സെറ്റപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ 25,500 എന്നുള്ളത് ഒരു സൂപ്പർ സപ്പോർട്ടാണ് കേട്ടോ. അപ്പം കാരണം എന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. സോറി, ഈ ഒരു ചാർട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പൊ ഇതുണ്ട് 25,500 എന്നുള്ളത് ഈ ഒരു ഗ്രീന് ഏറ്റവും കൂടി വന്ന ഒരു സ്ഥലമാണ്. അതായത് OI ഏറ്റവും ഓപ്പൺ ഇൻട്രസ്റ്റ് കൂടുതലുള്ള സ്ഥലമാണ് 25,500. അപ്പം ഈ ഒരു റേഞ്ച് എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ഒരു ഫെസിലിറ്റി നമ്മുടെ ധന്നിലാണുള്ളത്. അപ്പം ഈ ഒരു ഇങ്ങനെയൊക്കെ ചാർട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ധന്നിൽ തന്നെ ട്രേഡ് ചെയ്യണം. അപ്പം ഈ ഒരു ധന്നിൽ ട്രേഡ് ചെയ്യേണ്ട ലിങ്ക്, അതായത് ആപ്ലിക്കേഷൻ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, വേറെ ഒരുപാട് ഫേക്കുകൾ ഉണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. എന്റെ ലിങ്ക് എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട് അവിടെ കയറി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ്, നമ്മൾ ഒരു പ്രൈസ്, അതൊരു ഓപ്ഷൻ ബൈ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ഡെൽറ്റ ചെക്ക് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ നമുക്ക് അതായത് സെൻസിബിളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിന്റെ ഓപ്ഷൻ ചെയിനിൽ നമുക്ക് അതിന്റെ ഡെൽറ്റ ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ഡെൽറ്റ മേണിക്കുമ്പോൾ 0.5ന്റെ മുകളിലോട്ട് മേണിക്കാൻ വേണ്ടി നോക്കുക, അതിൽ കുറവ് മേണിക്കരുത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് എത്രയാണ് റൺ ആയിരിക്കുന്നത്, 25,550 അപ്പൊ അതിന്റെ ഡെൽറ്റയാണ് ഈ സൈഡ് കാണുന്നത്. ഓക്കെ, ഡെൽറ്റ എന്ന് ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ തീറ്റ വേഗം എന്നൊക്കെ കാണുന്നത്. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നമ്മൾ ഡെൽറ്റ മാത്രം ഇമ്പോർട്ടന്റ് ആയിട്ട് ചെക്ക് ചെയ്യണം. 0.5ന് മുകളിലോട്ടുള്ളത് മാത്രം നമ്മൾ ബൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ ഒരു രീതിയിൽ നമ്മുടെ ക്യാപിറ്റൽ വേണം. ചെറിയ, അതായത് 0.14 0.3 ഒക്കെ ഡെൽറ്റ മേടിച്ച് നമുക്ക് എത്ര പ്രൈസിൽ, അതായത് നിഫ്റ്റിയിൽ എത്ര മൂവ് വന്നാലും നമുക്ക് ഇതിനകത്ത് നമുക്ക് അതിന് പ്രോഫിറ്റിൽ നമുക്ക് അത്രയും മൂവ് കിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ നമ്മൾ ഇമ്പോർട്ടന്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ഡെൽറ്റ ചെക്ക് ചെയ്യണം. അതിന് കൂടി നമുക്ക് സെൻസിബിൾ ആപ്ലിക്കേഷൻ പോയി കഴിഞ്ഞാൽ, സോറി, അത് അതിന്റെ നമ്മൾ ക്രോമിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയ്യാൻ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് മിനിമം 0.5 നിങ്ങൾ മേടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇവിടെ ട്രേഡ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകണം. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കും. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും ഞാൻ എവിടെയാണ് SL കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത്, എവിടെയാണെന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് നമ്മൾ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ, അതായത് ഇവിടെയൊക്കെ ലിക്വിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ട്രേഡ് കറക്റ്റ് ഈ ഒരു പുൾ ബാക്കിൽ നമ്മൾ, അതായത് ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു EMA പുൾ ബാക്ക് വന്നപ്പോൾ നമ്മൾ അവിടെ നിന്ന് എൻട്രി എടുത്ത്, അതായത് ഡെമോ എൻട്രി ആണ്, ഡെമോ എൻട്രി എടുത്ത് നമ്മൾ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് ഇവിടം വരെ വന്നിട്ട് നമ്മൾ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 80 പോയിന്റ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഇതിനകത്ത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഇവിടെ. ഓക്കെ, ടാർഗറ്റ് 80 പോയിന്റ്. ഓക്കെ, 80 പോയിന്റ് ആണ് നമ്മുടെ ടാർഗറ്റ്. ഇതിനകത്ത് നമ്മുടെ SL അടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടാർഗറ്റും അടിക്കാം. അതായത് SL എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ SL ആണ്, നിങ്ങൾ 10 പോയിന്റാണ് SL. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു EMAയുടെ മുകളിലാണ് നമ്മുടെ SL വെക്കുന്നത്. അപ്പൊ അതിന്റെ മേലോട്ട് ഒരു ക്യാൻഡിൽ ക്ലോസിംഗ് വന്ന് അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഇതായത് ചെറിയ SL നമുക്ക് വലിയ ടാർഗറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇപ്പം ഇവിടുന്ന് ഈ ഒരു ക്യാൻഡിൽ തന്നെ എത്രയാണ് ഇതിന്റെ മൂവ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു മിനിറ്റ് നമുക്ക് നോക്കാം എത്രയാണ് ഇതിന്റെ മൂവ് എക്സാക്ട്. ഈ ഒരു ക്യാൻഡിലിന് എത്ര മൂവ് ആണ് വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 40 പോയിന്റിന്റെ മൂവ് വന്നിട്ടുണ്ട്. അത് 1:2 ഒക്കെ ആണെങ്കിൽ ഓൾറെഡി 1:2 ടാർഗറ്റ് അടിച്ചു. പക്ഷെ നമ്മൾ 1:2 അല്ല, 1:4 വരെയാണ് നമ്മുടെ മാക്സിമം. നമ്മുടെ മിനിമം നമ്മുടെ ടാർഗറ്റ് എടുക്കുക 1:4 ആണ്. അതുകൊണ്ട് 1:4 വരെ നമുക്ക് വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അതായത് 80 പോയിന്റ് നമുക്ക് കിട്ടുമോ ഇല്ലയോ നോക്കാം. നമുക്ക് മനസ്സിലാവും. ഒന്നെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുന്നതിന് മുന്നേ നമുക്ക്, അതായത് നമ്മുടെ ബ്രോക്കറേജ് മാത്രം എടുത്തിട്ട് എക്സിറ്റ് ആകും, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മുടെ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഒരുപാട് ആൾക്കാർ സ്റ്റോപ്പ് ലോസും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം ഇതും കൂടെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതെടുത്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ എക്സാക്ട് നമ്മുടെ ടാർഗറ്റ് അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം, നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. ഓക്കെ, ഗൈസ്, ഇവിടുത്തെ മാർക്കറ്റ് റിവേഴ്സ് ആവും നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് ആയാൽ വേറൊരു കാര്യമുണ്ട്, അതായത് നമുക്കിത് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് ഇവിടെ, അതായത് ഈ ഒരു ലെവല് 25,500 എന്നുള്ള ലെവല് ഒരു സ്ട്രോങ് റെസിസ്റ്റന്റ് ആയിട്ട് അവിടെ ആക്ട് ചെയ്തായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് ആയിട്ട് തന്നെ ഇവിടെ കാണാം. ഓക്കെ, അതിന്റെ മേലോട്ട് മാർക്കറ്റ് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതായത് 25,500 നല്ല ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവിടുന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള കുറച്ച് കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് ഇവിടെ എത്തും, മാർക്കറ്റ് വീണ്ടും ഒരു
ബിയറിഷ് മൂവ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് നോക്കാം. 100% അങ്ങനെ വർക്ക് ആവുന്നില്ല. നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കണം. എന്താണ് നമുക്ക് സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ട്രേഡ് എടുക്കുക, എന്നിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ക്യാൻഡിൽ നമുക്ക് ഇവിടെ ടാർഗറ്റ് അച്ചീവ് ആവുന്നതായിരിക്കും. ഓക്കെ, ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രോഫിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. പ്രോഫിറ്റ് ആയി നോക്കി കഴിഞ്ഞാൽ നമ്മുടെ മെന്റലി ഫുള്ള് നമുക്ക് ടെൻഷൻ ആയിരിക്കും. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇതിന്റെ അതായത് നിഫ്റ്റി ഏതാണോ ഇൻഡെക്സ് അതിന്റെ ചാർട്ട് മാത്രം നോക്കി നിങ്ങൾ സമാധാനത്തോടെ ഇരിക്കുക. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടുന്ന് ഒരു റിജക്ഷൻ വരുന്നുണ്ട്. നമുക്ക് നോക്കാം അത് എത്രത്തോളം സക്സസ് ആവുന്നു. ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് അതായത് ഇതൊരു റെസിസ്റ്റൻസ് ആയിട്ട് എടുത്തിട്ട് മാർക്കറ്റ് ഡൗൺ ആവുന്നുണ്ട്. നമുക്ക് ക്ഷമയോടെ കൂടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എത്തും വരെ ഈ ഒരു ലെവലാണ് നമ്മുടെ ടാർഗറ്റ്. ഓക്കെ ഗൈസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ കൂടി മാർക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ലെവൽ വരെയാണ് വന്നത്. ഇനി കുറച്ചും കൂടെ മാർക്കറ്റ് ഡൗൺ ആവാനുള്ള ചാൻസസ്, കാരണം ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് കോമൺ ആയിട്ട് കുറച്ചുകൂടെ ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ ഓൾറെഡി നമ്മുടെ റിസ്ക് റിവാർഡ് 1:3 ആണ് നമുക്കിപ്പോ കിട്ടിയത്. ഇപ്പൊ പ്രസന്റിൽ 1:3 പോയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കാം. ഇല്ല നമ്മുടെ 1:4 കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 1:2 ഇല്ലെങ്കിൽ 1:1 നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. കാരണം നമ്മുടെ സൈഡ് മൂവ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം അതിന്റെ പ്രോഫിറ്റ് നമ്മൾ എടുത്തേ പറ്റൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ലോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ലോസ് ഒക്കെ വലിയ ലോസ് ബുക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അതായത് ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 ട്രേഡ് പോട്ടെ, നമ്മളൊരു 4 ട്രേഡ് കണ്ടിന്യൂസ് ആയിട്ട് ലോസ് ആയാലും, അതായത് 1:1 നമുക്കൊരു ആണ് റിസ്ക്, 1:1 ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 ട്രേഡ് ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിക്കവർ എടുക്കാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ 1:4 പോകുമ്പോൾ നമുക്ക് 4 ട്രേഡ് കണ്ടിന്യൂസ് ലോസ് കിട്ടിയത് നമ്മൾ ഒരു ട്രേഡ് പ്രോഫിറ്റ് അടിച്ച് ചെയ്യാം. നമ്മൾ എന്താണ് നമ്മുടെ ലോസ് ഒക്കെ കവർ ആയി വരും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. മാർക്കറ്റ് ഈ ഒരു ലെവലായിരിക്കും നെക്സ്റ്റ് വന്ന് നിൽക്കുക. ഇതൊരു സപ്പോർട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു സപ്പോർട്ട് ലെവൽ നമുക്ക് കാണാൻ പറ്റുന്നതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. എന്തായാലും മേ ബി മാർക്കറ്റ് ഇന്നൊരു 1 സൈഡ് മൂവ് തരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം രാവിലെ തന്നെ ബ്രേക്ക് ഔട്ട് തന്നതുകൊണ്ട് ഒരു 1 സൈഡ് റാലി തരാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ്, ഈ ട്രേഡ് അങ്ങനെ നമ്മുടെ പെർഫെക്റ്റ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ, അതായത് നമ്മൾ 80 പോയിന്റ് ആണ് ടാർഗറ്റ് വെച്ചത്. പക്ഷെ 80 പോയിന്റും കഴിഞ്ഞ് ഇതൊരു ടോട്ടൽ ഒരു 140 പോയിന്റിന്റെ മൂവ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ കറക്റ്റ് എക്സാക്ട് 80 പോയിന്റ് എടുത്ത് നമ്മൾ എക്സിറ്റ് ആവണം. കാരണം നമ്മൾ ഒരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്തിട്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എക്സിറ്റ് ആവണം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയൊരു മൂവ് വന്നു. പക്ഷെ ഇത് ലേറ്റ് മൂവ് ആണ്. നമുക്ക് ആക്ച്വലി ഇവിടുന്ന് തന്നെയാണ് ഈ ഒരു മൂവ് കിട്ടേണ്ടത്. പക്ഷെ ഇവിടുന്ന് കുറച്ച് ആൾക്കാരെ ട്രാപ്പ് ആക്കിയുള്ള മൂവ് ആയിരുന്നു. കാരണം ഇവിടെ നല്ലൊരു ബൈയിങ് വരുന്നുണ്ടെന്ന് ആൾക്കാരെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഇവിടുന്ന് അവരെ SL അടിച്ച് മാർക്കറ്റ് താഴോട്ട് വരികയാണ് ചെയ്തത്. ഓക്കെ, ഇതാണ് നമ്മുടെ ട്രേഡിംഗ് സെറ്റപ്പ്. നിങ്ങൾക്ക് ഈ ഒരു ഡെമോ ട്രേഡ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ട്രേഡ്, ഇനിയുള്ള ഒറിജിനൽ ലൈവ് ട്രേഡ് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോന്റെ റിസൾട്ട് നോക്കിയിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ലൈവ് ട്രേഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.